ഹലോ മോം സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടല ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു ഗ്ലാസ് കടലയാണ് എടുത്തിരിക്കുന്നത്. രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. അപ്പോൾ ഞാനിത് രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായ വെള്ളം കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇത്ര മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും അടിക്കണം കേട്ടോ. എന്നാൽ കടല നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കടല നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലയുടെ 1 പീസ് പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് പെരുംജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി, അത്ര മതി. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, എണ്ണയിലൊന്ന് വാടി വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് 1 സവാള ഒന്ന് മതി കേട്ടോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരണം. ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട, കളറൊന്ന് മാറി വന്നാൽ മതി. അപ്പം നന്നായിട്ടൊന്ന് വാടി വരട്ടെ, ഇളക്കി കൊടുക്കുക കേട്ടോ, കരിഞ്ഞു പോകണ്ട. അപ്പോൾ ദാ നമ്മുടെ സവാള കളറൊക്കെ മാറി വരുന്നുണ്ട്. കടലക്കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഞാനിത് പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഒന്ന് കഴിക്കുന്നത്. അപ്പോൾ സവാള ദാ ഈ രീതിയിലൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 തക്കാളി, ചെറിയ ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്തരച്ച ഒരു ടൈപ്പാണല്ലോ, അപ്പോൾ പുളി അധികം വേണ്ട, 1 തക്കാളി മതി. ഇനി ഒരു 2-3 ഇതൾ കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല കുറുകിയ ഒരു ചാറാണ് കേട്ടോ ഈ കടലക്കറിക്ക് ഉണ്ടാവുക. ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വലിയ പീസാക്കി ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഒരു 1/4 മുറി തേങ്ങ, 1 മുറിയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങ ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം അടിയിൽ പിടിക്കുക, അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ദാ നന്നായിട്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആദ്യം. പിന്നെ മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി, അത് ഞാനിവിടെ 1 ടീസ്പൂണ് ഇടുന്നുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇടുക. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ, ഈ പൊടികളെല്ലാം നല്ലൊരു മണം വരും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പൊടികളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഞാനിതിൽ കുക്കറിൽ വേവിക്കാറ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി എളുപ്പമാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക.
ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. കടലക്കറി നമുക്ക് പല രീതിയിലുണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് തുടച്ച് ഒഴിച്ചു കൊടുക്കണം. അരപ്പൊട്ടും കളയരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് എത്രയാണോ ഗ്രേവി അതിനനുസരിച്ച് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലയിലുണ്ടല്ലോ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ ഗ്രേവിയുടെ ഈ ലൂസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം ഒരു തിക്കായൊരു കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിടുക, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയും അതിൻ്റെ ആ വെള്ളം എല്ലാം കൂടി അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 3-4 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ കടലയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും എരിവൊക്കെ അല്ലേ നോക്കുക. അപ്പോൾ അതാ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നുകൂടി കുറുകി വരണം. ഞാൻ പറഞ്ഞ പോലെ കറിയുടെ ലൂസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം ഞാനിവിടെ ഒന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പുട്ടിനാണല്ലോ ഇവിടെ ചെറുതായിട്ട് കറി മതി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയുകൊണ്ടു.